എല്ലാ കൂട്ടുകാർക്കും സ്മാർട്ട് ക്ലാസ് PSCയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അമേരിക്കൻ വിപ്ലവത്തെ കുറിച്ചിട്ടാണ്. ഇതിന് നമ്മൾ SCRT പോയിന്റ് ഉൾപ്പെടെ മാക്സിമം പോയിന്റ്സുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാം പ്രയോജനകരമാവും. ഇനി നമുക്ക് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം എന്താണെന്ന് നോക്കാം. 1765നും 1783നും ഇടയിൽ സംഭവിച്ച ഒരു കൊളോണിയൽ കലാപമായിരുന്നു അമേരിക്കൻ വിപ്ലവം. അമേരിക്കൻ വിപ്ലവം എന്നറിയപ്പെടുന്ന ഈ വിപ്ലവത്തിൽ 13 കോളനികൾ ചേർന്ന് ബ്രിട്ടീഷുകാരെ പരാജയപ്പെടുത്തി ഒടുവിൽ യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക സ്ഥാപിക്കുന്നതിലേക്ക് നയിച്ചു. അതായത് 16-ാം നൂറ്റാണ്ടിന്റെ ആരംഭം മുതൽക്ക് തന്നെ യൂറോപ്പിൽ നിന്ന് വടക്കേ അമേരിക്കയിലേക്ക് ജനങ്ങൾ കുടിയേറാൻ തുടങ്ങി. ഇവരുടെ ലക്ഷ്യം എന്തായിരുന്നു? വിഭവങ്ങൾ കൈയടക്കുക എന്നതായിരുന്നു ലക്ഷ്യം. 18-ാം നൂറ്റാണ്ടോടെ ഇംഗ്ലണ്ട് വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിൽ 13 കോളനികൾ സ്ഥാപിക്കുകയും ചെയ്തു. അതായത് ബ്രിട്ടീഷുകാർ എങ്ങനെയാണോ ഇന്ത്യയിൽ വന്ന ആധിപത്യം ഉറപ്പിച്ചത്, അതേപോലെ തന്നെ അവരെന്തിനാ ഇന്ത്യയിലേക്ക് വന്നത്? നമ്മളുടെ വിഭവങ്ങൾ കൈയടക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഇന്ത്യയിൽ വന്നതും ഇവിടെ ആധിപത്യം ഉറപ്പിച്ചതും. യൂറോപ്പിലെ പല രാജ്യങ്ങളിൽ നിന്നും വടക്കേ അമേരിക്കയുടെ കിഴക്കൻ സമുദ്ര പ്രദേശങ്ങളിൽ കുടിയേറി പാർത്തവരാണ് ഈ കോളനികൾ സ്ഥാപിച്ചത്. ഇംഗ്ലണ്ടിലെ സ്റ്റുവർട്ട് രാജാക്കന്മാരുടെ മതപീഡനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ തങ്ങളുടെ ജന്മദേശം വിട്ടുപോന്ന ഇംഗ്ലീഷ് പ്രൊട്ടസ്റ്റന്റുകാരായിരുന്നു ഇവരിലധികം പേരും. ഈ ഇംഗ്ലണ്ടിൽ നിന്നുള്ള ജനങ്ങള് വടക്കേ അമേരിക്കയുടെ തീരപ്രദേശങ്ങളിലേക്ക് കുടിയേറാനും അവിടെ കോളനികൾ സ്ഥാപിക്കാനുമുള്ള പ്രധാന കാരണം എന്താണ്? മതപീഡനം. അതായത് ഇംഗ്ലണ്ടിലെ സ്റ്റുവർട്ട് രാജാക്കന്മാരുടെ മതപീഡനമാണ് പ്രധാന കാരണം. ഇങ്ങനെ തങ്ങളുടെ ജന്മദേശം വിട്ട് കുടിയേറി പാർത്തവരിൽ അധികം ജനങ്ങളും പ്രൊട്ടസ്റ്റന്റുകാരായിരുന്നു. ബ്രിട്ടീഷ് കോമൺ സഭയുടെ മാതൃകയിൽ ഓരോ കോളനിയിലും ഓരോ നിയമസഭയുണ്ടാക്കി. മിക്ക കോളനിയിലെയും ഭരണത്തലവൻ ബ്രിട്ടീഷ് രാജാവിന്റെ പ്രതിപുരുഷൻ എന്ന നിലയിൽ ഗവർണർ ആയിരുന്നു. നിയമസഭയുടെ അംഗീകാരമില്ലാതെ നിയമമുണ്ടാക്കാനോ പുതിയ നികുതികൾ ചുമത്തുകയോ ചെയ്യാൻ പാടില്ലെന്ന് കോളനിക്കാർ വാദിച്ചു. നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, മതപീഡനത്തെ തുടർന്ന് ഒരു വിഭാഗം ബ്രിട്ടീഷ് ജനത അവിടെ നിന്നും വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിലേക്ക് കുടിയേറി പാർക്കുകയും അവിടെ കോളനികൾ സ്ഥാപിക്കുകയും ചെയ്തു. അതിനുശേഷം ബ്രിട്ടീഷ് കോമൺ സഭയുടെ മാതൃകയിൽ ഓരോ കോളനിയിലും ഓരോ നിയമസഭയുണ്ടാക്കി. പക്ഷെ ഇങ്ങനെ നിയമസഭയൊക്കെ ഉണ്ടാക്കിയെങ്കിലും മിക്ക കോളനിയിലെയും ഭരണത്തലവൻ ആരായിരുന്നു? ബ്രിട്ടീഷ് രാജാവിന്റെ പ്രതിപുരുഷൻ എന്ന നിലയിൽ ഗവർണർ ആയിരുന്നു. അതായത് ബ്രിട്ടനിൽ നിന്ന് തന്നെയുള്ള ഒരു പ്രതിനിധിയായിരുന്നു ഈ ഓരോ നിയമസഭയുടെയും ഗവർണർ. പക്ഷെ അപ്പോഴും കോളനിക്കാരുടെ ആവശ്യം എന്തായിരുന്നു? ഞങ്ങളുടെ അല്ലെങ്കിൽ നിയമസഭയുടെ അംഗീകാരമില്ലാതെ, ഞങ്ങളുടെ അംഗീകാരമില്ലാതെ പുതിയ ഒരു നിയമം ഉണ്ടാക്കാനോ പുതിയ നികുതികൾ ചുമത്താനോ പാടില്ല. മാതൃരാജ്യത്തിന്റെ ഇടപെടൽ കോളനികളിൽ അസംതൃപ്തി ഉളവാക്കി. കച്ചവടക്കാര്യത്തിൽ ബ്രിട്ടന് കോളനികളിൽ ഇടപെടാതെ നിവൃത്തിയില്ലാത്ത പരിതസ്ഥിതി നിലവിലിരുന്നു. ബ്രിട്ടന്റെ കച്ചവട നയം, അതായത് മെർക്കന്റലിസ്റ്റ് സിദ്ധാന്തത്തെ ആധാരമാക്കിയുള്ളതായിരുന്നു. രാജ്യത്തിന്റെ സമ്പത്തും ശക്തിയും വർദ്ധിക്കത്തക്ക വിധത്തിൽ പ്രജകളുടെ വിദേശ വ്യാപാരം ക്രമപ്പെടുത്തണമെന്നതാണ് മെർക്കന്റലിസത്തിന്റെ തത്വം. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞല്ലേ, ഈ കോളനികളിൽ നിയമസഭയുണ്ടാക്കി അതിന്റെ ഗവർണർ എന്ന് പറയുന്നത് ആരായിരുന്നു? ഒരു ബ്രിട്ടന്റെ പ്രതിനിധി തന്നെ ആയിരുന്നു ഇതിന്റെ ഗവർണർ എന്ന് പറയുന്നത്. പിന്നെ ആദ്യമൊക്കെ ആണെങ്കിൽ ബ്രിട്ടന് ഈ കോളനികളുടെ മേല് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അതിന് കാരണം എന്താണ്? ഇവരിൽ നിന്ന് വലിയ വരുമാനമൊന്നും ലഭിക്കുന്നില്ല. അതുകൊണ്ട് ഇവരുടെ മേല് വലിയ താല്പര്യമൊന്നും ബ്രിട്ടന് ഉണ്ടായിരുന്നില്ല. പിന്നെ എപ്പോൾ മുതലാണ് ബ്രിട്ടൻ ഈ കോളനികളിൽ ഇടപെടാൻ തുടങ്ങിയത്? അല്ലെങ്കിൽ ഈ കോളനികളിൽ ഇടപെടേണ്ട ബ്രിട്ടന്റെ ആവശ്യം എന്തായിരുന്നു? കച്ചവടക്കാര്യത്തിൽ ബ്രിട്ടന് കോളനികളിൽ ഇടപെടാതെ നിവൃത്തിയില്ലാത്ത അവസ്ഥ വന്നു. അന്നേരമാണ് ഈ ബ്രിട്ടൻ ഈ കോളനികളിൽ ഇടപെടാൻ തുടങ്ങിയത്. ബ്രിട്ടന്റെ കച്ചവട നയമായിരുന്നു മെർക്കന്റലിസം. മെർക്കന്റലിസം എന്താണ്? മാതൃരാജ്യമായ ഇംഗ്ലണ്ടിന്റെ സഹായത്താൽ കച്ചവടക്കാർ ഈ കോളനികളിൽ നടപ്പിലാക്കിയ വാണിജ്യ നയമാണ് മെർക്കന്റലിസം. അതായത് രാജ്യത്തിന്റെ സമ്പത്തും ശക്തിയും വർദ്ധിക്കത്തക്ക വിധത്തിൽ പ്രജകളുടെ വിദേശ വ്യാപാരം ക്രമപ്പെടുത്തണം. ഇതായിരുന്നു മെർക്കന്റിലിസത്തിന്റെ തത്വം.
മെർക്കന്റിലിസ്റ്റ് നിയമങ്ങൾ എന്ന് പറഞ്ഞിട്ട് SCRT-യിലുള്ള പോയിന്റ്സ് ആണ്. അതെന്തൊക്കെയാണെന്ന് നമ്മൾക്ക് നോക്കാം. കോളനികളിൽ നിന്നോ കോളനികളിലേക്കോ സാധനങ്ങൾ കൊണ്ടുപോകുന്നത് ഇംഗ്ലീഷ് കപ്പലുകളിലോ കോളനികളിൽ നിർമ്മിച്ച കപ്പലുകളിലോ മാത്രമായിരിക്കണം. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വ്യാപാരത്തിന് ഉപയോഗിക്കുന്ന കപ്പലുകൾ ഒന്നുകിൽ ഇംഗ്ലീഷ് കപ്പലുകൾ ആയിരിക്കണം, അല്ലെങ്കിൽ കോളനികളിൽ നിർമ്മിച്ച കപ്പലുകൾ മാത്രമായിരിക്കണം. അടുത്ത നിയമം എന്താണ്? കോളനികളിലെ നിയമപരമായ പ്രമാണങ്ങൾ, വർത്തമാന പത്രങ്ങൾ, ലഘുലേഖകൾ, ലൈസൻസുകൾ തുടങ്ങിയവയിലെല്ലാം ഇംഗ്ലണ്ടിന്റെ മുദ്ര പതിപ്പിക്കണം. അതായത് കോളനികളിലെ നിയമപരമായ പ്രധാനപ്പെട്ട രേഖകളിലെല്ലാം ഇംഗ്ലണ്ടിന്റെ മുദ്ര പതിപ്പിക്കണം. പിന്നെ അടുത്ത നിയമം എന്തായിരുന്നു? കോളനികളിൽ ഉൽപ്പാദിപ്പിച്ചിരുന്ന പഞ്ചസാര, കമ്പിളി, പരുത്തി, പുകയില തുടങ്ങിയവ ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ കയറ്റി അയക്കാവൂ. എന്തൊക്കെയാണ്? പഞ്ചസാര, കമ്പിളി, പരുത്തി, പുകയില തുടങ്ങിയവ ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ കയറ്റി അയക്കാവൂ. മറ്റു രാജ്യങ്ങളിലേക്കൊന്നും കയറ്റി അയക്കാൻ പാടില്ല. അടുത്തതെന്താണ്? കോളനിയിൽ നിലനിർത്തിയിട്ടുള്ള ഇംഗ്ലീഷുകാരുടെ സൈന്യത്തിലുള്ള താമസ സ്ഥലവും അത്യാവശ്യ സൗകര്യങ്ങളും കോളനിക്കാർ നൽകണം. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, ഇവരിവിടെ നിന്ന് പലായനം ചെയ്ത് വടക്കേ അമേരിക്കയിൽ വന്ന് കോളനികളൊക്കെ സ്ഥാപിച്ചെങ്കിലും പിന്നെ ഇതിന്റെ മേലധികാരം ആർക്കായിരുന്നു? അത് ബ്രിട്ടന് തന്നെ ആയിരുന്നല്ലേ. അന്നേരം ഇവരുടെ സൈന്യം എവിടെയുണ്ട്? കോളനിയിലുണ്ട്. അന്നേരം അവർക്ക് ആവശ്യമുള്ള താമസ സ്ഥലവും അത്യാവശ്യ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കേണ്ടത് ആരാണ്? കോളനിക്കാർ തന്നെ ഇതൊക്കെ ചെയ്തു കൊടുക്കണമെന്ന് ബ്രിട്ടീഷുകാർ പറഞ്ഞു. പിന്നെ അടുത്തത് എന്താണ്? കോളനികളിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന തേയില, ഗ്ലാസ്, കടലാസ് എന്നിവയ്ക്ക് ഇറക്കുമതി ചുങ്കം നൽകണം. അതായത് കോളനികളിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന തേയില, ഗ്ലാസ്, കടലാസ് എന്നിവയ്ക്ക് കോളനി നികുതി നൽകണം. കോളനിയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന പ്രധാന സാധനങ്ങൾ ഏതൊക്കെയാണ്? തേയില, ഗ്ലാസ്, കടലാസ്. എന്നാൽ കോളനിയിൽ നിന്നും കയറ്റുമതി ചെയ്യുന്ന സാധനങ്ങളൊക്കെ എന്തൊക്കെയാണ്? പഞ്ചസാര, കമ്പിളി, പരുത്തി, പുകയില. ഇതൊക്കെയാണ് മെർക്കന്റിലിസ്റ്റ് നിയമങ്ങൾ. ഇനി നമുക്ക് നോക്കാം. മെർക്കന്റിലിസ്റ്റ് തത്വപ്രകാരം കോളനികൾക്ക് ബ്രിട്ടനോട് 3 തരം ബാധ്യതകൾ ഉണ്ടായിരുന്നു. ബ്രിട്ടനിൽ ഉൽപ്പാദിപ്പിക്കാൻ നിവൃത്തിയില്ലാത്ത സാധനങ്ങൾ കോളനികൾ ഉൽപ്പാദിപ്പിച്ച് മാതൃരാജ്യത്തിനു നൽകണം. രണ്ടാമത്തേത്, മാതൃരാജ്യത്തിലെ വ്യവസായങ്ങളോട് മത്സരിക്കുകയോ ബ്രിട്ടനോട് വ്യാവസായിക മത്സരത്തിൽ ഏർപ്പെടുന്ന അന്യരാജ്യങ്ങളെ സഹായിക്കുകയോ ചെയ്യരുത്. മൂന്നാമത്തേത്, ഭരണം, സൈന്യം എന്നീ രംഗങ്ങളിൽ ബ്രിട്ടൻ വഹിക്കുന്ന സാമ്പത്തിക ഭാരത്തിൽ കോളനികൾ പങ്കുവഹിക്കണം. അന്നേരം ഈ മെർക്കന്റിലിസ്റ്റ് തത്വപ്രകാരം കോളനിക്കാർക്ക് ബ്രിട്ടനോട് 3 ബാധ്യതകൾ അല്ലെങ്കിൽ 3 തരം ബാധ്യതകൾ ഉണ്ടായിരുന്നു. അത് എന്തൊക്കെയാണ്? ബ്രിട്ടൻ പറഞ്ഞു, ഞങ്ങൾക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയാത്ത സാധനം നിങ്ങൾ ഉൽപ്പാദിപ്പിച്ച് ഞങ്ങൾക്ക് നൽകണം. ബ്രിട്ടന്റെ അടുത്ത കരാർ എന്തായിരുന്നു? ഞങ്ങളോട് വ്യവസായത്തിൽ മത്സരിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. അതായത് മാതൃരാജ്യമായ ബ്രിട്ടനോട് വ്യവസായത്തിൽ മത്സരിക്കാൻ കോളനിക്കാർക്ക് കഴിയില്ല. അതേപോലെ തന്നെ ബ്രിട്ടനോട് വ്യാവസായിക മത്സരത്തിൽ ഏർപ്പെടുന്ന മറ്റു രാജ്യങ്ങളുണ്ടല്ലോ, ആ രാജ്യങ്ങളെ സഹായിക്കാനും കോളനിക്കാർക്ക് കഴിയില്ല. ബ്രിട്ടന്റെ അടുത്ത ആവശ്യം എന്തായിരുന്നു? തങ്ങളുടെ ഭരണം, സൈന്യം എന്നീ രംഗങ്ങളിൽ ബ്രിട്ടൻ വഹിക്കുന്ന സാമ്പത്തിക ഭാരത്തിൽ ആര് കൂടി പങ്കുചേരണം? ആ സാമ്പത്തിക ഭാരത്തിൽ കോളനികൾ കൂടി പങ്കുചേരണം എന്നായിരുന്നു ബ്രിട്ടന്റെ അടുത്ത ആവശ്യം. അടുത്തത് പഞ്ചസാര നിയമം. 1764 പഞ്ചസാര നിയമം. അമേരിക്കൻ കോളനികളിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന പഞ്ചസാര മുതലായ ചരക്കുകളിൽ നികുതി ഈടാക്കുന്നതായിരുന്നു പഞ്ചസാര നിയമം. ഈ പഞ്ചസാര നിയമം നടപ്പിലാക്കാൻ വേണ്ടി ബ്രിട്ടീഷ് ഗവൺമെന്റ് കർശനമായ നടപടികൾ എടുത്തു. അതെന്തൊക്കെയാണ്? കള്ളക്കടത്ത് തടയാൻ വേണ്ടി പ്രധാന തുറമുഖങ്ങളിൽ ഉദ്യോഗസ്ഥന്മാരെ കാവൽ നിർത്തി. അതുകൂടാതെ തന്നെ വീടുകളിലും കപ്പലുകളിലും പ്രവേശിച്ച് പരിശോധന നടത്താൻ ഉദ്യോഗസ്ഥർക്ക് അധികാരം നൽകി. ഇതൊക്കെ കാരണം കോളനിക്കാരുടെ ഇടയിൽ വലിയ അമർഷമുണ്ടാക്കി. അടുത്ത നിയമമാണ് സ്റ്റാമ്പ് നിയമം.
ഇത് നിലവിൽ വന്നത് 1765 മാർച്ച് 22. ഇതെന്താണെന്ന് നമുക്ക് നോക്കാം. ബ്രിട്ടീഷുകാർ എല്ലാ പൊതുരേഖകൾക്കും നിയമപരമായ രേഖകൾക്കും അല്ലെങ്കിൽ പത്രങ്ങൾക്കും ഒരു സ്റ്റാമ്പ് ആവശ്യമായ ഒരു നികുതി നിശ്ചയിച്ചിരിക്കുന്നു. അതായത് നമ്മളുടെ മുദ്രപത്രം പോലെ ഓരോ മുദ്രപത്രത്തിനും ഓരോ വിലയാണുള്ളത് അല്ലേ? അതേപോലെ തന്നെ ഇങ്ങനെ നികുതി ഈടാക്കുന്നത് കോളനിക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഈ സാഹചര്യം കോളനികളിലും സ്റ്റാമ്പ് ആക്ട് കോൺഗ്രസിലും അസ്വസ്ഥതയുണ്ടാക്കി. അടുത്തതെന്താണ്? ക്വാർട്ടറിംഗ് നിയമം. ഇതെന്താണെന്ന് നോക്കാം. പട്ടാളക്കാർക്ക് അമേരിക്കൻ പട്ടണങ്ങളിൽ ബലം പ്രയോഗിച്ച് താമസിക്കുവാൻ നിയമാനുവാദം നൽകുന്നതാണ് ക്വാർട്ടറിംഗ് നിയമം. അടുത്തത് ബോസ്റ്റൺ കൂട്ടക്കൊല. ഇതെന്താണ്? 1770 മാർച്ച് 5. ക്വാർട്ടറിംഗ് നിയമത്തിന്റെ തണലിൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് 1000 പട്ടാളക്കാരെ ബോസ്റ്റൺ നഗരത്തിലേക്ക് അയച്ചു. ക്വാർട്ടറിംഗ് നിയമം എന്തായിരുന്നു? പട്ടാളക്കാർക്ക് അമേരിക്കൻ നഗരങ്ങളിൽ ബലം പ്രയോഗിച്ച് താമസിക്കാനുള്ള അധികാരമായിരുന്നു ക്വാർട്ടറിംഗ് നിയമം. ഇങ്ങനെ പട്ടാളക്കാരെ ബോസ്റ്റൺ നഗരത്തിലേക്ക് അയച്ചത് ഒരു സംഘർഷാവസ്ഥ സൃഷ്ടിക്കുകയും സംഘട്ടനങ്ങൾ പൊട്ടിപ്പുറപ്പെടുകയും ചെയ്തു. ബോസ്റ്റൺ നിവാസികൾ ബ്രിട്ടീഷ് പട്ടാളക്കാരെ അധിക്ഷേപിച്ചു. ബോസ്റ്റണിലെ ഈ സംഘട്ടനത്തിൽ പലരും കൊല്ലപ്പെട്ടു. ഇതാണ് ബോസ്റ്റൺ കൂട്ടക്കൊല എന്ന് പിന്നെ ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. അടുത്തത് ബോസ്റ്റൺ ടീ പാർട്ടി. എന്നാണ് വർഷം? 1773 ഡിസംബർ 16. എന്താണ് ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് നോക്കാം. ബ്രിട്ടീഷ് പാർലമെന്റിന് കോളനികളുടെ മേൽ നികുതി ചുമത്താൻ അധികാരമില്ലെന്ന നിലപാടിൽ തന്നെ അവര് ഉറച്ചു നിന്നു. ആദ്യം എന്താണ് പറഞ്ഞത്? ബ്രിട്ടീഷുകാർക്ക് കോളനിയുടെ മേൽ നികുതി ചുമത്താനുള്ള അധികാരമുണ്ടെന്ന് ബ്രിട്ടീഷുകാർ പറഞ്ഞു. എന്നാൽ അധികാരമില്ലെന്ന നിലപാടിൽ തന്നെ കോളനിക്കാർ ഉറച്ചു നിന്നു. ഈ കാരണം കൊണ്ട് തന്നെ അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത തേയില വാങ്ങാന് കോളനിക്കാർ വിസമ്മതിച്ചു. 1773 ഡിസംബർ 16 ബോസ്റ്റൺ പൗരന്മാർ ബോസ്റ്റൺ തുറമുഖത്തിൽ നങ്കൂരമിട്ട ഒരു ബ്രിട്ടീഷ് തേയിലക്കപ്പലിൽ കയറി ചെന്ന് തേയില നിറച്ച 342 പെട്ടികൾ കടലിലേക്ക് വലിച്ചെറിഞ്ഞു. ഇതിനെയാണ് ബോസ്റ്റൺ ടീ പാർട്ടി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ സംഭവമാണ് അമേരിക്കൻ വിപ്ലവത്തിന് നാന്ദി കുറിച്ചത്. അടുത്തത് കോണ്ടിനെന്റൽ കോൺഗ്രസ്. 1774 സെപ്റ്റംബർ 5. നമുക്ക് കോണ്ടിനെന്റൽ കോൺഗ്രസ് എന്താണെന്ന് നോക്കാം. 1774 സെപ്റ്റംബർ 5 ഫിലാഡൽഫിയയിൽ വെച്ച് ഒരു കോണ്ടിനെന്റൽ കോൺഗ്രസ് വിളിച്ചുകൂട്ടി. ഇതിൽ ജോർജിയ ഒഴികെയുള്ള എല്ലാ കോളനികളുടെയും പ്രതിനിധികൾ ഉണ്ടായിരുന്നു. ഈ കോണ്ടിനെന്റൽ കോൺഗ്രസിൽ ഇവരുടെ ആവശ്യം എന്തായിരുന്നു? അമേരിക്കൻ കോളനികളിലേക്കുള്ള ബ്രിട്ടീഷ് ഇറക്കുമതികൾ അവസാനിപ്പിക്കണം. ഇതിനുള്ള ഒരു പ്രമേയം പാസാക്കുകയും ബ്രിട്ടീഷ് രാജാവിന് ഹർജി അയക്കുകയും ചെയ്തു. എന്നാൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഈ നിയമത്തിനൊന്നും വഴങ്ങിയില്ല. അടുത്തത് ലെക്സിംഗ്ടൺ ആൻഡ് കോൺകോർഡ് പോരാട്ടം. 1775 ഏപ്രിൽ 19 മാസച്യൂസെറ്റ്സിൽ ലെക്സിംഗ്ടൺ എന്ന സ്ഥലത്ത് വച്ച് ബ്രിട്ടീഷ് സൈന്യവും അമേരിക്കൻ കോളനി സൈന്യവും തമ്മിൽ ഏറ്റുമുട്ടി. ഈ യുദ്ധത്തിൽ വിജയം അമേരിക്കക്കാർക്കായിരുന്നു, അതായത് കോളനിക്കാർക്കായിരുന്നു. ഇതായിരുന്നു ലോകമെമ്പാടും ശ്രദ്ധിച്ച ആദ്യത്തെ ബ്രിട്ടീഷ് അമേരിക്കൻ പോരാട്ടം. ഈ പോരാട്ടത്തിൽ ബ്രിട്ടീഷുകാർ പിന്മാറുകയും അമേരിക്കക്കാർ അല്ലെങ്കിൽ കോളനിക്കാർ പോരാട്ടത്തിൽ വിജയിക്കുകയും ചെയ്തു. അടുത്തത് ബങ്കർ ഹിൽ യുദ്ധം. 1776 ജൂൺ 15. 1776 ജൂൺ 15 ബോസ്റ്റൺ നഗരത്തിന് സമീപത്ത് ബങ്കർ ഹിൽ എന്ന സ്ഥലത്തു വച്ച് ബ്രിട്ടീഷ് സൈന്യവും കോളനിക്കാരുടെ സൈന്യവും തമ്മിൽ ഏറ്റുമുട്ടി. ഒടുവിൽ അമേരിക്കക്കാർ പിന്മാറേണ്ടി വന്നു. എങ്കിലും ഈ സംഘട്ടനത്തിൽ വളരെയധികം ബ്രിട്ടീഷ് പട്ടാളക്കാർ മരണമടഞ്ഞു. 1775 ജൂലൈ മുതൽ 1776 മാർച്ച് വരെ ബോസ്റ്റൺ നഗരത്തെ അമേരിക്കൻ സൈന്യം പ്രതിരോധിച്ചു. ഒടുവിൽ ബ്രിട്ടീഷുകാർക്ക് 1776 മാർച്ച് 17 ബോസ്റ്റൺ നഗരം വിട്ടുപോകേണ്ടി വന്നു. അടുത്തതാണ് ബ്രിട്ടന്റെ കീഴടങ്ങൽ.
വടക്കേ അമേരിക്കയിൽ കോളനിക്കാർ ഫ്രഞ്ച് യുദ്ധക്കപ്പലുകളുടെയും ഫ്രഞ്ച് കരസേനയുടെയും സഹായത്തോടുകൂടി ബ്രിട്ടീഷ് സൈന്യത്തിന് മേൽ നിർണായകമായ വിജയം നേടി. നമ്മൾ ഫ്രഞ്ച് വിപ്ലവം പഠിച്ചപ്പോൾ പറഞ്ഞായിരുന്നല്ലോ, ലൂയി 16 അമേരിക്ക ബ്രിട്ടൻ യുദ്ധത്തിന് സാമ്പത്തിക സഹായം നൽകിയതിനെ തുടർന്ന് അവരുടെ രാജ്യം അധപ്പതിച്ചു എന്ന്. വാഷിംഗ്ടന്റെ നേതൃത്വത്തിലുള്ള അമേരിക്കൻ സൈന്യവും മാർക്യൂസ് ദെ ലാഫിറ്റിന്റെ നേതൃത്വത്തിലുള്ള ഫ്രഞ്ച് സൈന്യവും ഫ്രഞ്ച് നാവികസേനയും കൂടി ബ്രിട്ടീഷ് സേനാനായകനായ കോൺവാലിസ് പ്രഭുവിനെ വെർജീനിയയിലെ യോർക്ക് ടൗണിൽ വച്ച് എല്ലാ വശങ്ങളിൽ നിന്നും വളഞ്ഞു. 1781 ഒക്ടോബർ 19 7000 പട്ടാളക്കാരോടുകൂടി കോൺവാലിസ് കീഴടങ്ങി. യൂറോപ്പിലും വെസ്റ്റ് ഇൻഡീസിലും ഏഷ്യയിലും ശത്രുക്കളെ നേരിടുന്നതിനായി സൈന്യങ്ങളെ നിർത്താൻ നിർബന്ധിതയായ ബ്രിട്ടന് അമേരിക്കയിലേക്ക് കൂടുതൽ സൈന്യങ്ങളെ അയക്കാൻ നിർവാഹമില്ലാത്ത സ്ഥിതി വന്നു. 1783 സെപ്റ്റംബർ 3 ബ്രിട്ടൻ പാരീസിൽ വച്ച് അമേരിക്കൻ കോളനികളുമായി സമാധാന കരാർ ഒപ്പുവെച്ചു. അതോടെ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം അവസാനിച്ചു. അടുത്തത് പാരീസ് ഉടമ്പടി. പാരീസ് ഉടമ്പടിയിലെ പ്രധാന വ്യവസ്ഥകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത്, ബ്രിട്ടനോട് യുദ്ധം ചെയ്ത 13 കോളനികളും കൂട്ടിച്ചേർത്ത് രൂപവത്കൃതമായ യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക USA എന്ന സ്വതന്ത്ര രാഷ്ട്രത്തിന് അംഗീകാരം നൽകി. ഈ രാഷ്ട്രത്തിന്റെ വടക്കേ അതിർത്തി കാനഡയും അതിനു സമീപമുള്ള വൻ തടാകങ്ങളും, കിഴക്കേ അതിർത്തി അറ്റ്ലാന്റിക് സമുദ്രവും, പടിഞ്ഞാറേ അതിർത്തി മിസിസിപ്പി നദിയുമായി നിർണയിച്ചു. പ്രധാനമായിട്ട് പാരീസ് ഉടമ്പടി എന്താണ്? USA അല്ലെങ്കിൽ അമേരിക്ക, യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക എന്ന സ്വതന്ത്ര രാഷ്ട്രത്തിന് അംഗീകാരം നൽകുകയും അതിന്റെ അതിർത്തി നിർണയിക്കുകയും ചെയ്തു. പാരീസ് ഉടമ്പടി വർഷം എന്നാണ്? 1783 സെപ്റ്റംബർ 3. രണ്ടാമത്തേത് എന്താണ്? ന്യൂഫൗണ്ട്ലാൻഡിലെ മത്സ്യബന്ധന കേന്ദ്രങ്ങളിൽ US-നുള്ള പൂർണ്ണാവകാശം അംഗീകരിക്കപ്പെട്ടു. മൂന്നാമത്തേത്, മിസിസിപ്പി നദിയിൽ ബ്രിട്ടനും US-നും തുല്യമായ സഞ്ചാര സ്വാതന്ത്ര്യവും അനുവദിക്കപ്പെട്ടു. കുറച്ച് SCRT പോയിന്റ് നോക്കാം. ഇത് അമേരിക്കൻ സ്വാതന്ത്ര്യത്തിന്റെ പരിണത ഫലങ്ങളാണ്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. പിൽക്കാല സ്വാതന്ത്ര്യ സമരങ്ങൾക്കും വിപ്ലവങ്ങൾക്കും പ്രചോദനവും ലക്ഷ്യബോധവും നൽകി. റിപ്പബ്ലിക്കൻ ഭരണരീതി എന്ന ആശയം മുന്നോട്ട് വച്ചു. ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന തയ്യാറാക്കി. സംസ്ഥാനങ്ങൾക്ക് സ്വാതന്ത്ര്യവും അധികാരവും നൽകുന്ന ഫെഡറൽ രാഷ്ട്രം എന്ന ആശയം ലോകത്തിനു നൽകി. ഇനി നമുക്ക് കുറച്ച് ചോദ്യോത്തരങ്ങൾ നോക്കാം. ബോസ്റ്റൺ ടീ പാർട്ടിയുമായി ബന്ധപ്പെട്ട യുദ്ധം ഏത്? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. AD 1774 അമേരിക്കയുടെ സ്വാതന്ത്ര്യ സമരം ആരംഭിച്ച കാലഘട്ടത്തിൽ അമേരിക്കയിൽ കുടിയേറി പാർത്തവർ ഇംഗ്ലണ്ടിലെ രാജാവ് ജോർജ് മൂന്നാമന് കൊടുത്ത പരാതിയുടെ പേര് ദി ഒലിവ് ബ്രാഞ്ച് പെറ്റീഷൻ. അമേരിക്കൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതി വൈറ്റ് ഹൗസ്. 1766 ബ്രിട്ടന് എതിരായി അമേരിക്കയിൽ കുടിയേറി പാർത്തവർ ഉയർത്തിയ മുദ്രാവാക്യം നോ ടാക്സേഷൻ വിതൗട്ട് റെപ്രസെന്റേഷൻ, അഥവാ പ്രാതിനിധ്യമില്ലാത്തവരിൽ നിന്ന് കരം ചുമത്താൻ പാടില്ല, അല്ലെങ്കിൽ പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. അമേരിക്കയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള ആദ്യത്തെ യുദ്ധം ഏതു വർഷം ആരംഭിച്ചു? AD 1775. അമേരിക്കയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഉണ്ടായ യുദ്ധത്തിന്റെ സമാധാന ഉടമ്പടി ഒപ്പുവച്ചത് എന്ന്? 1783. അമേരിക്കയുടെ കോളനികളിൽ സ്റ്റാമ്പ് ആക്ട് എന്ന പ്രാബല്യത്തിൽ വന്നു 1765. ചരിത്രത്തിൽ ആദ്യമായി എഴുതപ്പെട്ട കർക്കശമായ ഭരണഘടന ഉണ്ടായത് ഏത് രാജ്യത്ത്? USA അല്ലെങ്കിൽ അമേരിക്ക. USA-ക്ക് ഒരു പുതിയ ഭരണഘടന രൂപവത്കരിക്കുന്നതിന് 1787 പ്രതിനിധികളുടെ ആദ്യത്തെ സഭ സമ്മേളിച്ചത് എവിടെ? ഫിലാഡൽഫിയയിൽ. പ്രശസ്തമായ അമേരിക്കൻ സ്വാതന്ത്ര്യ സമര പ്രഖ്യാപനം നടത്തിയത് എവിടെ വെച്ച്? ഫിലാഡൽഫിയയിൽ. ബ്രിട്ടൻ അമേരിക്കയുടെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചത് ഏത് ഉടമ്പടി പ്രകാരമാണ്? പാരീസ് ഉടമ്പടി. 1783 പാരീസ് ഉടമ്പടി. അമേരിക്കയുടെ സ്വാതന്ത്ര്യ ദിനം എന്നാണ്? ജൂലൈ 4.
അമേരിക്കയിലെ കോളനികളിൽ കരം ചുമത്തുന്നതിന് 1766 ബ്രിട്ടനിലെ പാർലമെന്റ് പാസാക്കിയ ആക്ട് ഏത്? ദി ഡിക്ലറേറ്ററി ആക്ട്. അമേരിക്കൻ സ്വാതന്ത്ര്യസമരം നടന്ന കാലഘട്ടം 1775 മുതൽ 1783 വരെ. അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിന്റെ മുഖ്യ ശില്പി ആരായിരുന്നു? തോമസ് ജെഫേഴ്സൺ. അമേരിക്കയിലെ എത്ര കോളനികൾ ചേർന്നാണ് ബ്രിട്ടനെതിരെ സ്വാതന്ത്ര്യ സമരം നടത്തിയത്? 13. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യം ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അമേരിക്കൻ വിപ്ലവം. അമേരിക്കയിലെ കോളനി സേനയുടെ തലവൻ ആരായിരുന്നു? ജോർജ് വാഷിംഗ്ടൺ. ലോകത്തിലെ ആദ്യത്തെ ലിഖിത ഭരണഘടന ഏത്? അമേരിക്കൻ ഭരണഘടന. അമേരിക്കൻ ഭരണഘടനയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ജെയിംസ് മാഡിസൺ. സ്വാതന്ത്ര്യ സമരത്തോടനുബന്ധിച്ച് അമേരിക്കയ്ക്ക് സ്റ്റാച്യു ഓഫ് ലിബർട്ടി സമ്മാനമായി നൽകിയ രാജ്യമേത്? ഫ്രാൻസ്. സ്റ്റാച്യു ഓഫ് ലിബർട്ടി സ്ഥിതി ചെയ്യുന്നതെവിടെ? ന്യൂയോർക്ക് നഗരത്തിനടുത്തുള്ള ദ്വീപിൽ. അമേരിക്കയിലെ ആദ്യകാല കുടിയേറ്റക്കാർ അറിയപ്പെടുന്നതെങ്ങനെ? തീർത്ഥാടകർ അഥവാ തീർത്ഥാടക പിതാക്കന്മാർ. അമേരിക്കയുടെ രാഷ്ട്രപിതാവ് എന്ന് വിളിക്കപ്പെടുന്ന ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു? ജോർജ് വാഷിംഗ്ടൺ. തീർത്ഥാടക പിതാക്കൾ അമേരിക്കയിലെത്തിയ കപ്പൽ മേഫ്ലവർ. അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യം പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് നടന്ന വർഷം 1774. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോൾ ബ്രിട്ടനിലെ രാജാവ് ആരായിരുന്നു? ജോർജ് മൂന്നാമൻ. 1774 നടന്ന ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസിൽ പങ്കെടുക്കാതിരുന്ന ഒരേയൊരു കോളനി ജോർജിയ. അമേരിക്കൻ വിപ്ലവ സമയത്ത് കലാപകാരികൾക്ക് എല്ലാവിധ സഹായങ്ങളും നൽകിയ ഫ്രഞ്ച് രാജാവ് ആരായിരുന്നു? ലൂയി 16. 1492 സ്പാനിഷ് ഗവൺമെന്റിന്റെ നാവികനായി വടക്കേ അമേരിക്കയിൽ എത്തിയ ക്രിസ്റ്റഫർ കൊളംബസ് അവിടുത്തെ ജനതയെ വിളിച്ച പേര് റെഡ് ഇന്ത്യൻസ്. കൊളംബസ് അമേരിക്ക കണ്ടുപിടിച്ച വർഷമെന്നാണ് 1492. മാതൃരാജ്യമായ ഇംഗ്ലണ്ടിന്റെ സഹായത്താൽ കച്ചവടക്കാർ കോളനികളിൽ നടപ്പിലാക്കിയ വാണിജ്യ നയമാണ് മെർക്കന്റലിസം. രണ്ടാമത്തെ അമേരിക്കൻ പ്രസിഡന്റ് ജോൺ ആഡംസ്. അമേരിക്കൻ വിപ്ലവം ആസ്പദമാക്കി അങ്കിൾ ടോംസ് ക്യാബിൻ രചിച്ചത് ഹാരിയറ്റ് ബീച്ചർ സ്റ്റോ. മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല എന്ന് പറഞ്ഞത് ജോൺ ലോക്ക്. ഏതെങ്കിലും ഒരു വിദേശ ശക്തിക്ക് ഈ വൻകര ദീർഘകാലം കീഴടക്കണമെന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല എന്ന് പറഞ്ഞത് തോമസ് പെയിൻ. ഈ രണ്ട് വാക്യങ്ങളും നമ്മുടെ SCRT ടെസ്റ്റിലുള്ളതാണ്. 1781 ന്യൂയോർക്ക് ടൗണിൽ വെച്ച് ബ്രിട്ടനെ പരാജയപ്പെടുത്തിയ അമേരിക്കൻ സേനാനായകൻ ആരാണ്? ജോർജ് വാഷിംഗ്ടൺ. ജോർജ് വാഷിംഗ്ടണിനോട് പരാജയപ്പെട്ട ഇംഗ്ലീഷ് സേനാനായകൻ ആരാണ്? ചാൾസ് കോൺവാലിസ്. ഇനി നമുക്ക് കുറച്ച് പ്രധാനപ്പെട്ട വർഷങ്ങൾ നോക്കാം. ഷുഗർ ആക്ട് 1764, സ്റ്റാമ്പ് ആക്ട് 1765, ബോസ്റ്റൺ ടീ പാർട്ടി 1773 ഡിസംബർ 16, ടൗൺഷെൻഡ് നിയമം 1767, അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം 1776 ജൂലൈ 4, പാരീസ് ഉടമ്പടി 1783 സെപ്റ്റംബർ 3, ഫിലാഡൽഫിയ സ്വാതന്ത്ര്യ പ്രഖ്യാപനം 1787, ഭരണഘടന നിലവിൽ വന്ന വർഷം 1789, അമേരിക്കയുടെ സ്വാതന്ത്ര്യദിനം ജൂലൈ 4, ജോർജ് വാഷിംഗ്ടൺ അമേരിക്കൻ പ്രസിഡന്റായ വർഷം 1789. നിങ്ങൾക്ക് ക്ലാസുകൾ പ്രയോജനകരമാകുന്നുണ്ടെങ്കിൽ ഉറപ്പായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക് യു.